തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യത്തെ എവിക്ഷൻ. ആദ്യ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയ രതീഷാണ് ബിഗ് ബോസ് വീടിനോട് ആദ്യം വിട പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ കളം നിറഞ്ഞു കളിച്ച രതീഷ് പുറത്താകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വിമർശനങ്ങൾ നേരിടുമ്പോഴും രതീഷിനോളം കണ്ടന്റ് നൽകിയ മറ്റൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നില്ലെന്നാണ് വസ്തുത. എന്നാൽ താരത്തിൻ്റെ പദപ്രയോഗങ്ങളും ഗെയിം കളിക്കുന്ന രീതിയും പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നില്ലെന്ന് വേണം പുറത്താകലിലൂടെ മനസ്സിലാക്കാൻ. ഇതിനിടെ ഇപ്പോഴിതാ രതീഷിൻ്റെ പുറത്താകലിനെതിരെ ബിഗ് ബോസ് താരം ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു DFKയുടെ പ്രതികരണം. രതീഷിൻ്റെ പുറത്താകൽ മണ്ടത്തരമാണെന്നാണ് ഫിറോസ് പറയുന്നത്. ഒട്ടും നീതിയല്ലാത്ത പുറത്താക്കൽ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ അത് പുറത്താക്കാനുള്ളതായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വലിയ കാരണമായി എടുക്കാനാണെങ്കിൽ പുറത്താക്കേണ്ട മറ്റൊരാൾ കൂടെയുണ്ട് അവിടെ, സുരേഷ്. രതീഷ് കെട്ടിപ്പിടിച്ചതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഗേ ആക്കിയത് സുരേഷ് ആയിരുന്നു എന്നാണ് ഫിറോസ് പറയുന്നത്. രതീഷിനെ ഔട്ടാക്കിയത് ഓക്കെ, പക്ഷേ കൂടെ സുരേഷിനെയും പുറത്താക്കണമായിരുന്നു. രതീഷ് ചില മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള പലരും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. റോക്കി അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. രതീഷ് ഔട്ടാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെങ്കിൽ അവിടെ പുറത്താക്കപ്പെടേണ്ടവരായി ഒരുപാട് പേർ അവിടെ തന്നെ ഉണ്ടെന്ന് ഫിറോസ് പറയുന്നു. പക്ഷേ അവരെ ഒന്നും ഔട്ടാക്കാതെ രതീഷിനെ പുറത്താക്കിയത് ശരിയായില്ല. ഈ ആഴ്ച ബിഗ് ബോസ് വീടിനെ ഓണാക്കിയ വ്യക്തി രതീഷാണ്. അദ്ദേഹമാണ് കണ്ടന്റ് കൊടുത്തത്. എല്ലായിടത്തും സ്ക്രീൻ സ്പേസ് കണ്ടെത്തുകയും ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം അത്രയും വലിയ അപരാധമൊന്നും ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ഫിറോസ് പറയുന്നു. തനിക്ക് ഇതിനോട് യോജിക്കാൻ സാധിക്കില്ല. വലിയൊരു കണ്ടന്റ് മേക്കറായിരുന്നു രതീഷ്. അദ്ദേഹത്തിൻ്റെ തെറ്റായ വാക്കുകളെ താനും വിമർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതൊന്നും പുറത്താക്കാനുള്ള കാരണമല്ലെന്നാണ് ഫിറോസ് പറയുന്നത്. സുരേഷും റോക്കിയും അടക്കം പലരും പുറത്താക്കപ്പെടേണ്ടവരാണെന്നും ഫിറോസ് ആവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ളവരാരും റോബോട്ടുകളല്ലെന്നും ചില വാക്കുകൾ അറിയാതെ പുറത്തു വരുമെന്നും ഫിറോസ് പറയുന്നുണ്ട്. രതീഷ് പുറത്തായപ്പോൾ ജിൻഡോ ഒരു ചാൻസ് കൂടെ കൊടുക്കാമോ എന്ന് ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. രതീഷ് പുറത്തു പോകേണ്ട എന്ന് ജിൻഡോ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചിരുന്നുവെന്നും ഫിറോസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ജിൻഡോ നല്ല ഗെയിമർ അല്ലെങ്കിലും നല്ല മനുഷ്യനാണെന്നും ബാക്കിയുള്ളവരുടെ സങ്കടം കള്ളത്തരമാണ്. അവർ രതീഷ് പുറത്താകുന്നതിൽ സന്തോഷിക്കുകയായിരുന്നുവെന്നും ഫിറോസ് പറയുന്നു. അവർക്കെല്ലാം രതീഷിനെ പേടിയായിരുന്നു. രതീഷ് കപ്പ് കൊണ്ടുപോകുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നുവെന്നും ഫിറോസ് പറയുന്നു. ജിൻഡോ ഒഴികെ ബാക്കി എല്ലാവരും കാണിച്ചത് അഭിനയമാണ്. ജിൻഡോ നല്ല ഗെയിമർ അല്ലെങ്കിലും ശുദ്ധനാണ്. അതിനാൽ ജിൻഡോയെ കുറച്ചുനാൾ അവിടെ നിർത്തണമെന്നും ഫിറോസ് അഭിപ്രായപ്പെടുന്നു. രതീഷിനേക്കാൾ മുമ്പേ പോകേണ്ടവർ പലരും മുഖംമൂടി അണിഞ്ഞ് അവിടെ നിൽപ്പുണ്ടെന്നും ഫിറോസ് പറയുന്നു. രതീഷ് പുറത്തായപ്പോൾ ബാക്കിയുള്ളവർ കാണിച്ച വിഷമം അഭിനയമാണെന്നും ഫിറോസ് പറയുന്നു. ഇനി സ്ക്രീൻ സ്പേസ് കിട്ടാൻ സാധ്യത റോക്കി, സിജോ, ജാസ്മിൻ, രേഖ തുടങ്ങിയവർക്കായിരിക്കുമെന്നും ഫിറോസ് പറയുന്നു. രതീഷിന് ഒരു വാണിംഗ് കൊടുത്താൽ മതിയായിരുന്നുവെന്നാണ് ഫിറോസ് അഭിപ്രായപ്പെടുന്നത്.